ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തങ്കച്ചി ദേവികയുടെ ഫോണിലേക്ക് വിളിക്കാണ്. എന്നിട്ട് പറയാണ്, ദേവിക, നിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ ആ കല്യാണം നടക്കുമെന്നുള്ളത്? ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? അല്ല, ഇത് പറയാനല്ല, നിനക്ക് ഗുണമുള്ള കാര്യം പറയാനാണ്. നിന്നെ എനിക്കൊന്ന് കാണണം, നിന്നെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എനിക്ക് കേൾക്കാനും താല്പര്യമില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരാനും താല്പര്യമില്ല. എനിക്ക് ഗുണമുള്ളതായാലും ശരി, എനിക്ക് ദോഷമുള്ളതായാലും ശരി, എനിക്കതൊന്നും അറിയേണ്ട എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ഫോണിലൂടെ തന്നെ നിന്നോട് അക്കാര്യം പറയാം. ഇല്ല, എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ കേട്ടോ. അതോടുകൂടി തങ്കച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നെ ബാധിക്കുന്ന കാര്യമാണ്, ഇത് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് തങ്കച്ചി. പക്ഷേ അതൊന്നും തന്നെ ദേവിക കേൾക്കാൻ കൗട്ടാക്കാതെ ഫോൺ വെക്കുകയാണ്. പിന്നീട് ദേവിക നിത്യയോട് പറയാണ്, തങ്കച്ചി ഫോൺ വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ അവരുടെ സംസാരം പോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ പറയണ, അതെന്താ കേൾക്കാഞ്ഞത്? എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ ദേവിക പറയണ, ഇതുവരെയും വിളിക്കാത്ത തങ്കച്ചി ഇപ്പോൾ വിളിക്കണമെങ്കിൽ അതിലെന്തോ ഒരു ദുരുദ്ദേശം തന്നെ ഉണ്ട്. അപ്പോൾ നിത്യ പറയണ, അത് ശരിയാണ് ഏട്ടത്തി, കാരണം ഇതുവരെയും ആരും തന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അവരെന്തോ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കെണിയുണ്ട്. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള സൂചനകളാണ്. അതുകൊണ്ട് ഈ കല്യാണം നടത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പലതും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതെല്ലാം നേരിട്ടേ മതിയാവും, അതിലൊന്നും തന്നെ വീണു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ദേവിക പറയണ, അത് ശരിയാണ്. ഈ കല്യാണം ദൈവം നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് തന്നെ മുടക്കിയാലും അത് മുടങ്ങുകയില്ല. പക്ഷേ ഈ കല്യാണം നടക്കരുത് എന്നാണ് ദൈവനിശ്ചയമെങ്കിൽ അത് മുടങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ നിത്യ പറയണ, എന്തായാലും തങ്കച്ചി വിളിച്ച വിവരം അച്ഛനോട് പറയേണ്ട, അച്ഛൻ അത് കേട്ട ഒരു പക്ഷേ വിഷമം വരും എന്ന് പറയുമ്പോൾ, ഞാനതിന് അച്ഛനോടല്ല ആരോടും പറയാൻ പോകുന്നില്ല. എൻ്റെ ശത്രുക്കളുടെ ഗണത്തിൽ ഒരാൾ കൂടി അത് തങ്കച്ചി, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് പലതും നേരിടേണ്ടി വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നിത്യ പറയണേ, 7-ാം തീയതി കഴിഞ്ഞാലാണ് ഒരു സമാധാനമുള്ളൂ, എങ്കിൽ ഏട്ടത്തിയുടെ ജീവിതം സേഫ് ആവും എന്ന് പറയും. എനിക്ക് പറയണേ, എൻ്റെ മാത്രമല്ല നിൻ്റെയും ജീവിതം സേഫ് ആവണം, എങ്കിലാണ് ഈ ഏട്ടത്തിക്ക് ഒരു സമാധാനമുള്ളൂ. അതിനുള്ളത് ഒരുങ്ങി നിന്നോ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത്. പിന്നീട് പാർവതിയോട് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല പാർവതി, എവിടെ മനോഹരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, കല്യാണമല്ലേ, അതിനുള്ള ഓട്ടപ്പാച്ചിലാണെന്ന് തോന്നുന്നു. അതിന് ഇനി എന്തിനാണ് മനോഹരൻ ഓട്ടപ്പാച്ചിലൊക്കെ നടത്തുന്നത്? ആ കല്യാണ ചെലവ് മുഴുവനും ആ ചന്ദ്രലേഖ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവനിങ്ങനെ വെപ്രാളം പെടുന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, സ്വന്തം മോളാണെന്നാണ് മനോഹരേട്ടൻ കരുതി കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം മോളുടെ പോലും കല്യാണമല്ല, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. കുറച്ച് കൂടുതൽ തന്നെയാണ് മനോഹരേട്ടന്. അപ്പോൾ മുത്തശ്ശി പറയണ, അതിന് നമ്മളടുത്ത് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. കാരണം സുധി മരിച്ച ഉടനെ തന്നെ ആ ദേവികയെ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമായിരുന്നു. നമ്മളത് ചെയ്തില്ല, അത് നമ്മളുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ പാർവതി പറയണ, അതിനെക്കുറിച്ചൊന്നും അമ്മ ഇനി പറയണ്ട, അതൊക്കെ പഴംപുരാണമായില്ല. എന്തായാലും അവളുടെ കല്യാണത്തോടു കൂടി ഈ വീട്ടിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ, പിന്നെ ഈ വീട്ടിലേക്ക് കയറില്ല അവൾ. അപ്പോൾ മുത്തശ്ശി പറയും, അവളെ ഇനി ഇവിടേക്ക് കയറ്റാൻ നീ സമ്മതിക്കരുത്. മനോഹരൻ ഇനിയും ഇവിടേക്ക് അവളെ കയറ്റാനൊക്കെ നോക്കും, പക്ഷെ നീ അതിന് സമ്മതിക്കരുത്. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അതോടുകൂടി അവളുടെ ശല്യം കഴിയുമല്ലോ, അതാണിപ്പോൾ എനിക്ക് ഏക ആശ്വാസമുള്ളത് എന്ന് പറയുമ്പോൾ, എന്തായാലും അവളുടെ ദേഹത്ത് ബാധയുണ്ട് എന്നല്ലേ ശരത്ത് പറഞ്ഞത്. അപ്പോൾ അവളെ കൊണ്ടുള്ള ഉപദ്രവവും ശല്യവും ഒക്കെ ഇനി സിദ്ധുവിൻ്റെ വീട്ടുകാരാണ് അനുഭവിക്കേണ്ടത്. ആര് വേണമെങ്കിലും അനുഭവിച്ചോട്ടെ, എന്തായാലും ഇവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോകുമല്ലോ, അത് തന്നെയാണ് ആശ്വാസം. ദേവികയുടെ കല്യാണത്തിന് പകരം സ്വന്തം മോളായ നിത്യയുടെ കല്യാണമാണ് നടക്കേണ്ടത്. എന്നിട്ടാണ് മനോഹരേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. മുത്തശ്ശി പറയണേ, എനിക്ക് എന്തായാലും നല്ല വിശപ്പുണ്ട്, ഇനി ഭക്ഷണം എടുത്തു വെക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ പാർവതി മുത്തശ്ശിക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോവുകയാണ്. പിന്നീട് നിരഞ്ജൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പുതിയ ആശുപത്രിയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് വിശാലിനെ കണ്ടുമുട്ടാണ്. അപ്പോൾ വിശാലിനോട് ചോദിക്കുക, എന്താ വിശാൽ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാണ്. എന്തായാലും ഇവിടെ ഇനി ജോയിൻ ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഇനി എൻ്റെ ഡോക്ടർ നിരഞ്ജൻ ഡോക്ടർ തന്നെയാണ്. ഇനി എൻ്റെ എല്ലാ പരിശോധനകളും കാര്യങ്ങളും ഡോക്ടറെ ഏൽപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഞാൻ തന്നെ നിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോക്കിയ ശേഷം എനിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി നിനക്ക് ആവശ്യമുള്ള ചികിത്സ ഞാൻ തന്നിരിക്കും എന്ന് പറയുമ്പോൾ വിശാൽ പറയുന്നത്, ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നുന്നില്ല. ഞാനും ഡോക്ടറും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ഏത് രോഗത്തിനും അതിൻ്റെതായ മരുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിരഞ്ജൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. പിന്നെ നിരഞ്ജൻ MDയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് MD പറയുന്നത്, നിരഞ്ജൻ ഡോക്ടർക്ക് തൽക്കാലം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ കഴിയില്ല, കാരണം ഒരു നശിച്ച ഒരു ഫോൺ കോൾ വന്നു, അതാണ് എല്ലാത്തിനും പ്രശ്നം എന്ന് പറയുമ്പോൾ, തങ്കച്ചിയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർക്ക് ആ ഹോസ്പിറ്റലിൽ ജോലിയില്ല,
ഇവിടെ ജോലി തരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ നിരഞ്ജൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് തങ്കച്ചിയെ കാണുന്നത്. അങ്ങനെ തങ്കച്ചി പറയണേ, എന്തു പറ്റി ഡോക്ടർ, ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്താ ജോലി ഇല്ല എന്ന് പറഞ്ഞു എന്ന് പരിഹാസത്തോടു കൂടി തങ്കച്ചി ചോദിക്കുമ്പോൾ നിരഞ്ജന് ഇവളാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് വിശാൽ വരികയാണ്. എന്താണ് ഡോക്ടർ, എന്താണ് ഇവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ശരി തന്നെയാണ്, എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് കാരണം കൂടി എന്ന് നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക എന്ന് തങ്കച്ചി പറയും. നിരഞ്ജൻ മിണ്ടാതെ നിൽക്കുമ്പോൾ തങ്കച്ചി പറയണേ, ഞാൻ തന്നെ പറയാം, ഞാൻ തന്നെയാണ് കാരണം. ഇവിടെ ഈ ഡോക്ടർക്ക് ജോയിൻ ചെയ്യാതിരിക്കാനുള്ള കാരണക്കാരി ഞാൻ തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ വിശാലിന് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ വിശാൽ പറയണേ, നിങ്ങൾക്ക് ഇവിടെയല്ലേ നിരഞ്ജൻ ഡോക്ടറെ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി കഴിയൂ, ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തടയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നീ ആണാണെങ്കിൽ അതാദ്യം ചെയ്ത് കാണിക്ക്, നിങ്ങളുടെ ഹോസ്പിറ്റൽ തുറന്ന് കാണിക്ക്, എന്നിട്ട് മതി എന്നോട് ഈ തങ്കച്ചിയോട് വെല്ലുവിളിക്കൽ എന്ന് പറയുമ്പോൾ വിശാല ചിരിച്ച് പരിഹസിച്ചുകൊണ്ട് തങ്കച്ചിയെ വെല്ലുവിളിക്കാണ്. ഞങ്ങൾ ആ ഹോസ്പിറ്റൽ തുറക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തങ്കച്ചി പറയണേ, മരിച്ചു പോയ നിന്റെ ഡാഡി വിചാരിച്ചാൽ പോലും എൻ്റെ കയ്യിലുള്ള ആ ആശുപത്രി നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും വിശാൽ അങ്ങ് പുഞ്ചിരിച്ചോണ്ട് പറയാണ്, എൻ്റെ തങ്കച്ചി അതൊക്കെ വെറുതെയാണ്, വീട് തിരിച്ചു പിടിച്ചതുപോലെ ഞങ്ങൾ ആശുപത്രിയും തിരിച്ചു പിടിക്കും, എന്നിട്ട് അവിടെ ഈ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അതിന് ഈ വിശാൽ മാത്രം മതി, അല്ലാതെ മരിച്ചുപോയ എൻ്റെ ഡാഡിയൊന്നും വേണ്ട, ഞാൻ മാത്രം മതി ആ ഹോസ്പിറ്റൽ വീണ്ടും തുറക്കാൻ. അതിന് എൻ്റെ മരിച്ചുപോയ ഡാഡിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ അഹങ്കരിച്ചവരെല്ലാവരും തന്നെ തലയും കുത്തി താഴെ വീണിട്ടേ ഉള്ളൂ, അത് മറക്കണ്ട. ഡോക്ടർ വായോ, ഡോക്ടറെ വേണ്ടാത്ത ഈ ഹോസ്പിറ്റൽ എന്തിനാണ്, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രഞ്ജനയും കൂട്ടി വിശാൽ അവിടെ നിന്ന് പോവാണ്. തങ്കച്ചിയെ വെല്ലുവിളിച്ചോണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വിശാലിന്റെ ആ മറുപടി കേട്ട് തങ്കച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് നിത്യയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്ന് ചോദിക്കാണ്, അല്ല നിത്യക്കുട്ടി, എവിടെ ശരത്ത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശരത്തേട്ടൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, അല്ല 7-ാം തീയതി ദേവികയുടെ കല്യാണമല്ലേ, അത് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നിന്റെയും നിത്യയുടെയും വിവാഹം നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് നിത്യയെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിത്യ പതറാണ്. അപ്പോൾ ശരത്ത് ചോദിക്കാണ്, അല്ല ഇത്രയ്ക്ക് തിടുക്കം വേണോ എന്ന് ചോദിക്കുമ്പോൾ, തിടുക്കം വേണം ശരത്തെ, കാരണം മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല, ഈ എതിര് പറയരുത് ശരത്തെ എന്ന് പറയുമ്പോൾ, ഞാൻ അതിന് എതിരൊന്നുമല്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിത്യ പറയണ്, ഞാനെതിരാണ്, കല്യാണത്തിന്റെ മുന്നേ പലതും തീരുമാനിക്കാനുണ്ട്. മുത്തശ്ശി അന്ന് പറഞ്ഞതല്ലേ ആ 15 സെന്റ് സ്ഥലം അത് എൻ്റെ പേരിലേക്ക് എഴുതി തരാം എന്നുള്ളത്, അപ്പോൾ അത് എൻ്റെ പേരിലേക്ക് എഴുതി തരണ്ട, ശരത്തേട്ടൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശരത്ത് പെട്ടെന്നങ്ങ് പതറുകയാണ്. അതിന് മോളെ അത് പണയത്തിലിരിക്കല്ലേ, അതിനെന്താ, അതങ്ങ് വീട്ടിയാ പോരെ, അപ്പോൾ എനിക്ക് എവിടുന്ന പണം എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ മുത്തശ്ശിയൊന്നും പണം കൊടുക്കണ്ട, ശരത്തേട്ടൻ വീട്ടിക്കോളും, ശരത്തേട്ടൻ തന്നെ ആ പണയം വെച്ചത് എടുത്തോളും എന്ന് പറയുമ്പോൾ, ഞാനോ, അതേ ശരത്തേട്ട, കോടീശ്വരനായ ശരത്തേട്ടന് അതൊക്കെ നിസാരമാണെന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ശരത്ത് അങ്ങ് പുഞ്ചിരിക്കാണ്. ശരത്തിന്റെ മനസ്സിൽ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും ഈശ്വരനും അല്ലേ അറിയൂ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അതുമല്ല ശരത്തേട്ട, പണയം വെച്ചത് തിരിച്ചെടുത്താലേ ആ സ്ഥലം പിന്നെ ശരത്തേട്ടന്റെ പേരിലല്ലേ, അപ്പോൾ ശരത്തേട്ടന് തന്നെയല്ലേ അത് ലാഭം. അത് ശരിയാണ് ശരത്തെ, അതിലെ പേരിലുള്ള കടം വീട്ടിയാലേ ഞാൻ പിറ്റേ ദിവസം തന്നെ ശരത്തിന്റെ പേരിലേക്ക് ഞാൻ ആ സ്ഥലം എഴുതി തരാം. ചോദിക്കാൻ, അല്ല എന്താ ശരത്തേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എങ്കിലും ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത്, എന്ത് ബുദ്ധിമുട്ട്, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശരത്ത് മോന്, അവൻ തന്നെ അത് ചെയ്യും. അപ്പോൾ അല്ല ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊരു പതർച്ചയോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ശരത്ത് സമ്മതം കൊടുക്കുന്നത്. പിന്നെ ശരത്തേട്ടനല്ലേ അതിൻ്റെ ലാഭം, അത് ശരത്തേട്ടൻ്റെ പേരിലേക്കല്ലേ ഇനിയിപ്പോൾ ആ 15 സെന്റ് ആവാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതെ അതെ അത് ശരിയാണ് നിത്യകുട്ടി പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ടാണ് ശരത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അകത്തേക്ക് പോകുന്നത്. നിത്യയാണെങ്കിലോ മനസ്സിൽ ചിന്തിക്കുന്നത്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കാൻ എനിക്ക് അറിയാമടാ ശരത്തെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്തിനെ നോക്കുന്നത്. അങ്ങനെ ശരത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെ ഞാൻ പണം ഉണ്ടാക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ശരത്ത് നിൽക്കുന്നത്. പിന്നീട് ജയശങ്കറിന്റെ ഫോണിലേക്ക് തങ്കച്ചി വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അണിഞ്ഞൊരുങ്ങി വിട്ടിരുന്നില്ലേ മരുമോനെ, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അവിടെ നിന്നും ഞാൻ അവനെ ജോലിയിൽ കയറ്റണ്ടാം എന്നുള്ള പറഞ്ഞതോടു കൂടി അവൻ അവിടെ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ തങ്കച്ചി എന്ന് പറയുമ്പോൾ, എന്നെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിന്നോട് ബന്ധമുള്ള എല്ലാവരെയും ഈ തങ്കച്ചി നടന്ന് ഉപദ്രവിക്കും, അതാണ് ഈ തങ്കച്ചി എന്ന് പറയുമ്പോൾ ജയശങ്കർ തങ്കച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും, എന്നെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല ജയശങ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത്. പക്ഷേ വിശാലിന്റെ മുന്നിൽ തങ്കച്ചി ഇനി തോറ്റു തുന്നം പാടാൻ പോവുകയാണ്. വിശാൽ കളത്തിലിറങ്ങിയത്
ആയതോടുകൂടി ഇനി ആ ഹോസ്പിറ്റൽ വിശാൽ തിരിച്ചെടുക്കുകയും അതിൽ നിരഞ്ജന് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയും ചെയ്യും. അതോടുകൂടി തങ്കച്ചി ഓരോന്നോരോന്നായിട്ട് തകർന്നു വീഴും.